ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നല്ലൊരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും ഓർക്കാനും അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമാണല്ലോ ഇന്ന്. ചിങ്ങം 1 മലയാള മാസപ്പിറവി അല്ലെങ്കിൽ കൊല്ലവർഷപ്പിറവി എന്നൊക്കെ പറയാവുന്ന ഒരു ദിവസം. ഈ ഒരു ദിവസം എല്ലാവരും ഓണത്തിനുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു ദിവസമായിട്ടാണ് ഞാനും കരുതുന്നത്. ഞങ്ങളും ഇന്ന് അങ്ങനെ തന്നെ അമ്പലത്തിൽ പോകാമെന്ന് കരുതി രാവിലെ വീട്ടിലെല്ലാ പണികളും പെട്ടെന്ന് തീർത്ത് ഇറങ്ങാലോ എന്നൊക്കെ കരുതി ഇറങ്ങാൻ ഒരുങ്ങി നിന്നതും മഴ തുടങ്ങി. മഴ കാണുന്നതിന് മുന്നേ ആട്ടോ ഞങ്ങൾ ധാവണിയൊക്കെ എടുത്ത് ഉടുത്ത് ഒരുങ്ങി റെഡിയായി കഴിഞ്ഞപ്പോഴാണ് മഴ തകർക്കാൻ തുടങ്ങിയത്. ആ മഴ കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ധാവണി ഉടുക്കില്ലായിരുന്നു. കാരണം മഴയത്ത് ഇതൊക്കെ ഉടുത്ത് ഒരുങ്ങി ഇറങ്ങാനും ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ എന്തോ ആവട്ടെ, ഇങ്ങനെ ഒരു ദിവസമൊക്കെ ഇറങ്ങുമ്പോഴല്ലേ ഇതുപോലെയൊക്കെ ഒരുങ്ങത്തുള്ളൂ എന്ന് കരുതി പിള്ളേർക്കും ധാവണി ഉടുപ്പിച്ചു, ഞാനും ഉടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങി. വഴിയിലൊക്കെ നിറച്ച ആളായിരുന്നു കേട്ടോ. ചിങ്ങം 1 ഞായറാഴ്ച ദിവസം വന്നിരിക്കുന്നതുകൊണ്ട് എല്ലാ മലയാളികൾക്കും ഒരുമിച്ച് കുടുംബസമേതം അമ്പലത്തിൽ പോയി തൊഴാനും അതുപോലെ തന്നെ പുറത്തേക്ക് ഒന്നിച്ചിറങ്ങാനൊക്കെ പറ്റിയൊരു ദിവസമാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ അമ്പലത്തിലുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. ചിലർ തൊഴുത് കഴിഞ്ഞ് നടപ്പന്തലിൻ്റെ അകത്ത് നിൽപ്പുണ്ടായിരുന്നു. മഴ കാരണം കുടയില്ലാതെ പുറത്തേക്ക് പോകാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ടായിരുന്നു. ചിലർ നനഞ്ഞിട്ട് നിൽക്കുന്നവരുണ്ടായിരുന്നു. ഞങ്ങളും അമ്പലത്തിൽ കയറിയപ്പോൾ തൊട്ട് നനയാൻ തുടങ്ങി. കാര്യം എല്ലാവരുടെയും കൈവശം കുട ഉണ്ടായിരുന്നെങ്കിലും കാറിൽ നിന്നിറങ്ങിയപ്പോൾ വലിയ മഴയില്ലാത്ത കാരണം പിള്ളേർക്കും അമ്മക്കും മാത്രം 2 കുട എടുത്തു. ബാക്കിയുള്ള കുട കാറിൽ തന്നെ വെച്ച്. തൊഴാനും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് കരുതി കുടയെല്ലാം എടുത്തതുമില്ല. പക്ഷെ അമ്പലത്തിൽ കയറി വലത്തിട്ട് തൊഴാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മഴ തകർക്കാൻ തുടങ്ങി. പിന്നെ എന്തായാലും അമ്പലത്തിലേക്ക് ഇറങ്ങിയതല്ലേ, തൊഴാണ്ട് പോരാൻ നിവർത്തിയില്ലല്ലോ. അങ്ങനെ അമ്പലത്തിൽ കയറി ഞങ്ങൾ തൊഴുത് കഴിഞ്ഞപ്പോഴുണ്ട് പ്രസാദം മേടിക്കാനായിട്ടാണെങ്കിൽ അതിലും വലിയ തിരക്ക്. പിള്ളേരെ കൊണ്ട് എത്ര നേരം നമ്മൾ മഴ നനഞ്ഞ് കുട ചൂടി അങ്ങനെ നിൽക്കുന്നത്. കുടയ്ക്കകത്ത് നിന്നാലും നല്ല മഴയാണെങ്കിൽ എല്ലാവരും നനയും. ഏട്ടനും നനഞ്ഞു, ഞങ്ങളെല്ലാവരും അമ്മയൊക്കെ നല്ല രീതിക്ക് നനഞ്ഞെന്ന് പറയാം. പിന്നെ ഞങ്ങൾ ആ തിക്കിലും തിരക്കിലും ക്യൂവിൽ നിന്നപ്പോഴും പിള്ളേരുള്ള കാരണം അധികം നേരം മഴയത്ത് നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ലെന്ന് കരുതി ക്യൂവിൽ നിൽക്കാതെ തന്നെ പ്രസാദം മേടിക്കാൻ മുമ്പോട്ട് കയറി. അവിടെ ഇവിടെ കുറേ ചേച്ചിമാർ അതും ഇതൊക്കെ പറഞ്ഞ് ക്യൂവിൽ നിൽക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ പിള്ളേരെ കൊണ്ട് നമുക്ക് അത്രയും നേരം 3 പേര് കുടയിൽ ഒരുമിച്ച് അങ്ങനെ നിൽക്കാൻ പറ്റാത്ത കാരണം ഞാൻ ഏട്ടനോട് പറഞ്ഞ് കയറി പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ കയറി തൊഴുതു, പ്രസാദം മേടിച്ചു, പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും ഉണ്ട് നല്ല മഴ പുറത്ത്. അമ്പലത്തിൽ വലത്തിടാനാണെങ്കിലും നല്ല ക്യൂ ആയിരുന്നു, തിരക്കായിരുന്നു. എല്ലാവരും മഴയത്ത് ചിലർ ഓടി നടന്ന് തൊഴുന്നുണ്ട് കുടയില്ലാണ്ട്, ചിലർ കുടയത്ത് നനഞ്ഞുകൊണ്ടും തൊഴുന്നുണ്ട്. ആകെ തിക്കും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ അതൊരു രസമാണല്ലോ, നമ്മൾ മലയാളികൾക്ക് ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചൊക്കെ ഇങ്ങനെ കാണുമ്പോഴേക്കും അതൊരു വല്ലാത്ത സന്തോഷം. എല്ലാവരും തന്നെ അണിഞ്ഞൊരുങ്ങിയാണല്ലേ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ചിങ്ങം 1 എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് സന്തോഷമുള്ളൊരു ദിവസമാണല്ലോ. മഴയാണെങ്കിലും അങ്ങനെ പോവുള്ളൂ നമ്മൾ മലയാളികൾ. ഞങ്ങളും അങ്ങനെ തന്നെ വളരെ ആസ്വദിച്ചിറങ്ങി. നല്ലൊരു ദിവസം തന്നെ ആയിരുന്നു അല്ലേ ഇന്ന്. എല്ലാവർക്കും ചിങ്ങം 1 എല്ലാവർക്കും കുടുംബത്തിലും എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരട്ടെ എന്ന് ഞാനും നേരുന്നു. അങ്ങനെ കുറച്ച് നേരം നടപ്പന്തലിൻ്റെ അകത്ത് ഞങ്ങൾ കയറി നിന്നു. അപ്പോഴേക്കും പിള്ളേർക്ക് മഴയത്ത് കുടയോടി കളിക്കണമെന്നൊരാഗ്രഹം. ഞാൻ അതിനൊന്നും സമ്മതിക്കാത്ത ഒരമ്മയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, പിള്ളേർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വേണ്ട ശ്രദ്ധിക്കാൻ. നമുക്കതൊക്കെ കണ്ടു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അത് ചെറുതിനെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മാറിപ്പോകത്തില്ല. അവരുടെ വിഷമവും ബുദ്ധിമുട്ടോടെ നമ്മളല്ലേ കാണുന്നത്. അത് ഓർത്തിട്ട് ഞാനൊന്നിനും സമ്മതിക്കില്ല. ചെരുപ്പിടാതെ മുറ്റത്ത് നടക്കാനും അതുപോലെ മഴ കാണുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങാനും ഒന്നും ഞാൻ സമ്മതിക്കില്ല. നേരെ തിരിച്ചാ ഏട്ടൻ. അവരുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യും. എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർക്കൊരു വയ്യായ്ക വരുന്നത് നമുക്ക് കണ്ടാൽ സഹിക്കില്ലല്ലോ. അത് ഓർത്തിട്ട് ഞാൻ പല കാര്യങ്ങളിലും മടി കാണിക്കും, സമ്മതിക്കില്ല. അതുകൊണ്ട് ഇത്തിരി പിടിവാശിയാണ് അവരുടെ കാര്യത്തിൽ ഞാൻ കാണിക്കുന്നത്. ആ കാര്യത്തിൽ രണ്ടുപേർക്കും അച്ഛനോടാട്ടോ കൂടുതൽ കാര്യം. പിന്നെ അച്ഛൻ എന്തിനും സമ്മതിക്കുന്ന കാരണം അച്ഛനുള്ളപ്പോൾ എനിക്കൊന്നും പറയാനും പറ്റില്ല. പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും നനഞ്ഞു, ഇനിയിപ്പോൾ കുറച്ച് നേരം കളിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം അവർ കളിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് സെൽഫിയും അതുപോലെ തന്നെ ഫാമിലി ഫോട്ടോസൊക്കെ ഒന്നിച്ചെടുത്ത് എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അത്ര നേരം പെയ്ത മഴ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തൊട്ട് മഴയില്ലായിരുന്നു. ഞങ്ങളെ നനക്കാൻ വേണ്ടിയാണോ മഴ വന്നത് എന്ന് പോലും തോന്നിപ്പോയി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ട് മഴയില്ലായിരുന്നു. പിന്നെ നമുക്ക് കാർ അമ്പലത്തിൻ്റെ അടുത്തൊന്നും ഇടാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. വാഹനങ്ങളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മെയിൻ റോഡിൻ്റെ സൈഡിലാണ് വണ്ടി ഇട്ടത്. കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു വണ്ടി എടുക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയപ്പോൾ മഴയൊന്നുമില്ല. പക്ഷേ റോഡിൽ നിറയെ വാഹനങ്ങളാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് അവധിയാണല്ലോ, എല്ലാവരും യാത്രകളൊക്കെ പോയിരിക്കുമായിരിക്കുമല്ലോ. അങ്ങനെ നല്ല തിരക്കായിരുന്നു റോഡിൽ മുഴുവൻ.
അങ്ങനെ എല്ലാവരും കൂടെ തൊഴുതു വളരെ ഹാപ്പി ആയിട്ട് ഒരു ദിവസം അങ്ങനെ തുടങ്ങി. ചിങ്ങം ഒന്നായിട്ട് എല്ലാവരുടെയും വീട്ടിൽ എന്തൊക്കെയാണ് പരിപാടികൾ, ഓണത്തിൻ്റെ തിക്കും തിരക്കൊക്കെ തുടങ്ങിയോ? ഓണാഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും. ഇനിയിപ്പോൾ ഓണക്കോടി എടുക്കാൻ എല്ലാവരും പോയി തുടങ്ങും. ഞങ്ങൾക്കും എടുക്കണം ഓണക്കോടി. അപ്പോൾ ഇനി എല്ലാവർക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ സന്തോഷപൂർവ്വമുള്ള ദിവസങ്ങളായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും കാണാം. ഓക്കെ, ബൈ.